മലപ്പുറത്ത് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച യുവാവിൻ്റെ ക്രൂരത വിവാഹ അഭ്യർത്ഥന നിരസിച്ചതാണ് അക്രമത്തിന് കാരണമെന്നാണ് സൂചന. തലയ്ക്കും കൈക്കും കഴുത്തിനും പരിക്കേറ്റ യുവതി ചികിത്സ തേടി. അക്രമിയായ യുവാവിനായി അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാളത്ത് ചേരും. ശാന്തകുമാർ, ഈ പ്രതിയെ പിടികൂടാനായിട്ടില്ല ഇതുവരെ അല്ലേ? ആ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണിപ്പോൾ? സനിഷ, പ്രതിയെ പിടികൂടാനായിട്ടില്ല. പ്രതി ഒരു ബൈക്കിൽ എത്തിയതായിരുന്നു, അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് ഈ യുവതി ഇപ്പോൾ മലപ്പുറത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടിയും ഈ പാലക്കാട് സ്വദേശിയായ അശ്വിൻ എന്ന ഈ യുവാവും ഒരുമിച്ച് മലപ്പുറത്തെ ഇൻകൽ സിറ്റിയിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. അതിൽ ഈ യുവാവ് കഴിഞ്ഞ ഏതാനും മാസമായി അവിടെ നിന്നും മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യുവാവ് അതിനിടയിൽ പലതവണ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. അതെല്ലാം ഈ യുവതി നിരസിച്ചതാണ്. ഈ ഓഫീസിൽ നിന്ന് മാറിയതിന് ശേഷവും ഇത് തുടർന്നപ്പോൾ ഈ പെൺകുട്ടി തന്നെ അത് പോലീസിൽ പരാതി നൽകി. ഒരാഴ്ച മുമ്പാണ് പോലീസിൽ ഈ അശ്വിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും തുടർന്ന് ഈ കാര്യത്തെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ്. തുടർന്നും ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇന്ന് രാവിലെ ഒരു 9:15 ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ ജോലി സ്ഥലത്തേക്ക് ഇൻകലിലേക്ക് പോകുന്ന വഴിയാണ് തടഞ്ഞു നിർത്തി കത്തി കൊണ്ട് ആക്രമിച്ചിരിക്കുന്നത്. ഈ കത്തിയും ആ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കഴുത്തിനും കൈക്കും ആണ് പരിക്ക്, ഗുരുതരമല്ല. പക്ഷേ ഈ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. വിശദമായ പരിശോധന ആശുപത്രിയിൽ നടന്നു വരികയാണ്. സനീഷ്, ശരി, നന്ദി ശാന്തകുമാർ വിവരങ്ങൾക്ക്. നേരത്തെയും കേരളത്തിലെ ചില സംഭവങ്ങൾ ഈ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ ക്രൂരരായിട്ടുള്ള ആളുകൾ പെൺകുട്ടികളെ കൊലപാതകം നടത്തിയ സംഭവങ്ങൾ വരെ ഉണ്ട്. ഇപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യനില പക്ഷേ അത്രക്ക് ഗൗരവതരമല്ല. എന്നാലും പോലീസ് ആ അക്രമിയെ പിടികൂടി ശക്തമായ നിയമ നടപടികൾക്ക് വിധേയമായി ശിക്ഷിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം.